വർഷ, അങ്ങനെ ഇപ്പം അനാഥയായിട്ട് നീ ഇറങ്ങിപ്പോണ്ട. ഈ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ നിനക്ക് കഴിയാം. ചേച്ചിയോട് ഞാൻ പറഞ്ഞോളാം, നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ടെന്ന്. ഞാൻ പോണതാ നല്ലത്. ഇഷ്ടമുണ്ടായിട്ടല്ല. ഈ മനസ്സിലെ സ്നേഹം ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് കഴിയില്ല. എങ്കിലും ഒരവകാശം ഇല്ലാത്ത ഞാൻ ഇത്തിൽ കണ്ണിയെ ഇവിടെ നിൽക്കാൻ പാടില്ല. നിൽക്കണം. എന്തവകാശം നിനക്ക് വേണ്ട? തരാൻ ഞാൻ. പറ, എന്തവകാശം നിനക്ക് വേണ്ടേ? അത് എനിക്ക് വേണ്ട. ഞാൻ എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ അതൊരു അധികപ്പറ്റാവോന്നുള്ള പേടി എനിക്ക്. ഇല്ല, എന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന കുട്ടിയെ നീ. ഇതുവരെ നീ പറഞ്ഞ ഒന്നും അധികപ്പറ്റായിട്ടില്ലല്ലോ. പിന്നെന്താ ഇപ്പൊ ഒരു പേടി? ധൈര്യമായിട്ട് പറ. വേറൊന്നുമല്ല, സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുള്ള അവകാശം. വേറൊന്നും വേണ്ട എനിക്ക്. ഇത്രയും ദിവസം ഞാൻ അനുഭവിച്ച സ്നേഹം ഇനി എന്നും വേണമെന്നുണ്ട് എനിക്ക്. ഇങ്ങോട്ട് തരുന്നതിന്റെ 100 ഇരട്ടി അങ്ങോട്ട് തരാനുള്ള മനസ്സുമായിട്ടാ ഞാനിപ്പോ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നേ. വർഷ, അത് എന്റെ സ്നേഹം വേണമെന്ന് പറഞ്ഞ അതെന്താ ഉദ്ദേശിക്കുന്ന? ചേട്ടാന്ന് വിളിക്കാനുള്ള അവകാശത്തോടെയുള്ള സ്നേഹം. ദൈവത്തെ പോലെ എനിക്കങ്ങ് അല്ല, ദൈവം തന്നെയാ. മരിക്കുന്നവരെ ഈ ദൈവം എൻ്റെ അടുത്ത് ഉണ്ടാവണമെന്ന് ആശിച്ചു പോയി. വർഷ, ഡാഡിന്ന് വിളിക്കില്ലേ മോളെ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വാ. ആരേത്? ആന്റിയുടെ അമ്മൂക്കുട്ടിയല്ലേ? വാ, ഇവിടെ ഇരിക്കെ. ഹോ, അന്ന് കണ്ടതിനേക്കാൾ ക്ഷീണിച്ചു. മേലനങ്ങാഞ്ഞിട്ടാ. മേലനങ്ങാതിരുന്ന ഭക്ഷണം കഴിക്കാൻ തോന്നൂല. പിന്നെ എങ്ങനെയാ തടി വെക്കുന്നത്? മോൾ ഇവിടുന്ന് മേലനങ്ങി നല്ലോണം പണിയെടുക്കണം കേട്ടോ. അപ്പൊ നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറ്റും. 2 മാസം കൊണ്ട് നിന്നെ ഞാൻ ഗുണ്ടുമണിയാക്കി തരാം. ആ മോനെ അമ്മൽ, ഇന്നു മുതൽ നമ്മുടെ വീട്ടിലൊരു പുതിയ ആളും കൂടി ഉണ്ട്. അമ്മയുടെ സ്വന്തം മോളെ പോലെയാ. മോൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും അമ്മുക്കുട്ടിയോട് പറഞ്ഞാൽ മതി. ഭക്ഷണം വിളമ്പി തരാനും സ്കൂൾ ബാഗ് റോഡ് വരെ കൊണ്ടുതരാനും ഷൂസ് തുടച്ചു തരാനും എന്ന് വേണ്ട എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയാം. മിടിക്ക് കുട്ടിയാ ഇവള്. ഹലോ അമ്മൽ, പൊടി കൊറിഞ്ഞി. മോളെ തേച്ചില്ല. ഇവള് ഡ്രസ്സൊന്നും എടുത്തില്ലേ പ്രദീപേട്ടാ? അത്യാവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇവളുടെ അന്തസ്സിനൊത്ത ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനുള്ള കഴിവ് പ്രദീപേട്ടനുണ്ടോ? ഫോൺ ചെയ്താൽ ത്രേസ്യാമ്മച്ചി കൊണ്ടുതരും. ആ, ഇവൾക്ക് ബുദ്ധിയുണ്ട്. മോള് ചെല്ലൂട്ടാ. കാശ് കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ? എടി, ഇത് 2 ലക്ഷം രൂപയുണ്ട്. ഇത് 2 ലക്ഷോ? 1000ന്റെ നോട്ടാ. സ്വത്തിന്റെ കാര്യം വല്ലതും ചോദിച്ചോ? ഇല്ല, അമ്മൂനെ പറഞ്ഞേക്കുമ്പോ എല്ലാരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് എങ്ങനാ? ഞാനിടയ്ക്ക് എപ്പോഴെങ്കിലും അമ്മുക്കുട്ടിയും കുട്ടി അവിടെ വരെ ഒന്ന് പോവാം. അപ്പൊ പിന്നെ തനിച്ച് കിട്ടിയാൽ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അധികം വഹിക്കണ്ട. ആ പെണ്ണിനെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ജോലിക്കാരിയായിട്ടാ. അതല്ലേ മോനോട് പറഞ്ഞ് എല്ലാ പണിയും അവളെ കൊണ്ട് എടുപ്പിച്ചോളാൻ. പിന്നെ മമ്മി എന്തിനാ അവളെ മോളെ വിളിച്ച് സ്നേഹിക്കുന്നേ? അത് മമ്മിയുടെ ഒരു സൂത്ര. സത്യം പറ ഡാഡി, ആ പെണ്ണ് ഡാഡിയുടെ മോളാണോ? അല്ല മോനെ, മമ്മി പറഞ്ഞില്ലേ. എനിക്ക് വിശ്വാസമില്ല. നീ എന്തിനാ ചിരിക്കുന്നേ? അവനൊന്ന് മനസ്സ് വെച്ചാ എന്റെ ജോലി പാതി കുറഞ്ഞു കിട്ടും.
സുധീഷേട്ടാ, നാളെ നമുക്ക് ബാംഗ്ലൂർക്ക് പോയാലോ? ഊട്ടി ട്രിപ്പും കഴിഞ്ഞ് വന്ന് കയറിയല്ലേ ഉള്ളൂ വീണ. അതുകൊണ്ടെന്താ, ഒരു യാത്ര കൊണ്ട് തന്നെ മടുത്തോ? ഓ എന്റെ പൊന്നെ, അതുകൊണ്ടല്ല. നിനക്ക് യാത്രാ ക്ഷീണം തോന്നിയാലോ എന്ന് കരുതി പറഞ്ഞതാ. അല്ല, എന്തിനാ ഇപ്പൊ ഒരു ബാംഗ്ലൂർ യാത്ര? എന്റെ കൊളീഗ് നീന എവിടെയാ? അവളും ഹസ്ബൻഡും കൂടി കുറെ ആയി വിളിക്കുന്നു. ഹണിമൂൺ ട്രിപ്പിൽ ബാംഗ്ലൂർ കൂടി ഉൾപ്പെടുത്തണമെന്ന്. പ്ലീസ് സുധിയേട്ടാ. ഓക്കെ. ഞാൻ മമ്മിയോട് പറയട്ടെ നമ്മുടെ പ്ലാനിനെ പറ്റി. നല്ല അസല് പ്ലാൻ. ബാംഗ്ലൂർ വരെ പോണ സ്ഥിതിക്ക് മൈസൂരിലും കൂടെ പോയിക്കൂടെ? അത് ഒരുപാട് നീണ്ടുപോയില്ലേ ആന്റി? ഏയ്, അവിടുന്ന് നേരെ അജന്ത എല്ലോറ ഗുഹകൾ, കൊൽക്കത്ത, ആഗ്ര, താജ്മഹൽ, കുത്തബ് മിനാർ, പിന്നെ വേണമെങ്കിൽ ഒരു വേൾഡ് ടൂർ തന്നെ ആവാം. മമ്മി എന്താ ഞങ്ങളെ വാരിയതാണോ? ഓ ഭാഗ്യം, അത്രയെങ്കിലും തോന്നിയല്ലോ. മമ്മി പ്ലീസ്. നിന്റെ ഡാഡിയുടെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു കമ്പനിയും അതിന്റെ 2 ബ്രാഞ്ചുകളും തുടങ്ങി വെച്ചു നീ. ഇപ്പം അതിന്റെ തലപ്പത്ത് സുധീഷും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കമ്പനി തുടങ്ങിയത്? എന്താ അത് നശിച്ചു പോട്ടെന്നാണോ? ആന്റി, എല്ലാവരോടും നിർബന്ധിച്ചിട്ടല്ലേ ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോയത്. അതിന് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ മോനെ. വന്ന് കേറുന്നതിന് മുമ്പ് പിന്നെയും ട്രിപ്പ് പ്ലാൻ ചെയ്തില്ലേ നിങ്ങൾ? അതിനോടാ എനിക്ക് എതിർപ്പ്. ഗൾഫ് മെനോൻ എന്നൊരാളെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു മിസ്റ്റർ GK മേനോൻ. ഉണ്ട്. ആ, പുള്ളിക്കാരൻ നമ്മുടെ കമ്പനിക്കെതിരെ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഇവളുടെ ഡാഡിയെ വിലയ്ക്ക് വാങ്ങാൻ അയാളുടെ 100 കീശകളിൽ ഒരെണ്ണം മതിയാവും. സ്വാധീനത്തിന്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. നമ്മുടെ 5-6 ഏജന്റ്സ് അങ്ങോട്ട് ചാടിയിട്ടുമുണ്ട്. ഇതൊക്കെ സംഭവിച്ചത് നിങ്ങൾ ഊട്ടി പോയപ്പോഴൊന്നുമല്ല, അതിനു മുൻപേ തുടങ്ങിയതാ. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ല. ഇവളൊരു പെണ്ണാ. യാത്രയും ഹണിമൂണും ഒക്കെ ഇഷ്ടമായിരിക്കും, പക്ഷേ സുധീഷിനൊരു ഉത്തരവാദിത്വം വേണ്ടേ? സോറി ആന്റി, കാര്യങ്ങൾ ഇത്ര സീരിയസ് ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ അറിഞ്ഞില്ലേ? ആഹാരം കഴിച്ച് കമ്പനി പോവാൻ നോക്ക്. ബാംഗ്ലൂറും മൈസൂറും ഒക്കെ അവിടെ തന്നെ കാണും. പക്ഷെ നീ ചെന്നില്ലെങ്കിൽ കമ്പനി അവിടെ കാണില്ല. സുധീഷേട്ടാ, കഴിച്ചിട്ട് പോവാം. വേണ്ട. മമ്മി സുധീഷിനെ ഇൻസൾട്ട് ചെയ്തു. ആണോ? എന്നാ ഈ വിളിക്ക്, ഞാൻ മാപ്പ് പറയാം. മോളെ, മനസ്സിൽ സ്നേഹം നിലനിന്ന എന്നും എവിടെയും ഹണിമൂൺ ആഘോഷിക്കാം. പക്ഷേ കമ്പനി നിലനിൽക്കണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അതിൽ വേണം. അതുകൊണ്ടാ മമ്മി പറഞ്ഞത്. അല്ലാതെ സുധീഷിനെ ഇൻസൾട്ട് ചെയ്യാനൊന്നുമല്ല. ഒക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ദയവായി മനസ്സിലാക്ക്. എന്നാലും മമ്മി. വേണ്ട, നിന്റെ വാശിയായിരുന്നു ഈ വിവാഹം. അത് സാധിച്ചു തന്നു. ഇനി തോന്നിവാസത്തിനൊക്കെ കൂട്ട് നിൽക്കത്തില്ല. ഇൻവെസ്റ്റ് ചെയ്തതേ കോടികളാ, അത് തിരിച്ചെടുക്കണം. ഏത് സമയത്ത് സന്യാസം എന്ന മട്ടില്ല നിന്റെ അച്ഛൻ. ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ ഇപ്പൊ വായിക്കാറുള്ളൂ. ഞാൻ അതിനെതിരാ. ജീവിതം ജീവിക്കാനുള്ളത് തന്നെ. എന്റെ മകളും അങ്ങനെ ആയിരിക്കണം. ബി പ്രാക്ടിക്കൽ. ഇപ്പൊ അധ്വാനിക്കുക, പണമുണ്ടാക്കുക, പിന്നെ സുഖിക്കുക. നിന്റെ ഭർത്താവിനെ നീ ഒരു മടിയനാക്കരുത്. നിന്റെ ആശ പോലെ തന്നെ കാര്യങ്ങളൊക്കെ കരക്കടുപ്പിച്ചിട്ടുണ്ട് ഞാൻ. ആ വീണയുടെ എക്സ്പോർട്ടിംഗ് കമ്പനിയെ തലപറ്റിക്കാൻ ഓഫീസ് സെറ്റപ്പ് ആയിട്ടുണ്ട്. പ്രൊജക്ട് റിപ്പോർട്ട് നല്ലതാ, നീ അത് നോക്കണം. എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പറയണം. ഞാൻ നോക്കാം. ഇത്ര വേഗത്തിൽ ഒക്കെ ശരിയാക്കിയല്ലേ? ഞാൻ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു. ഹേയ്, നിന്റെ വാശി എൻ്റെയും കൂടെ അല്ലേ? കമ്പനിയുടെ അടുത്ത് തന്നെ സ്പൈസസ് ഫാക്ടറി തുടങ്ങാനുള്ള സ്ഥലമുണ്ട്. അതും കൂടിയായാൽ നമ്മളോട് മത്സരിക്കാൻ വേറെ ആർക്കും പറ്റില്ല. ഇതൊക്കെ എങ്ങനെ ഞാൻ വീട്ടിൽ തീർക്ക? ഈ സ്നേഹത്തിന് പകരം തരാൻ ഒരു ജന്മം കൂടി വേണ്ടി വരും എനിക്ക്. എന്തിനാ നീ ഇങ്ങനെ സ്നേഹത്തിന്റെ കണക്ക് പറയുന്നത്? എടുത്താലും കൊടുത്താലും തീരാത്തൊന്നല്ലേ സ്നേഹം. അതിന് കണക്ക് വയ്ക്കുന്നതേ അബദ്ധ. എന്റെ ജീവിതവും ജീവനും ഒക്കെ ഞാൻ ഈ കയ്യിലേക്ക് വെച്ചു തരാ. പകരം
നാട്ടുകാരുടെ വായടയ്ക്കാൻ ഈ കൈകൊണ്ടൊരു താലി എന്റെ കഴുത്തി കെട്ടിത്തന്നൂടെ? എന്റെ മനസ്സിലെ ആശയ നീ ഇപ്പൊ പറഞ്ഞത്. നടത്താം. സബ് രജിസ്ട്രാറെ ഇവിടെ വിളിച്ചു വരുത്തി നമുക്ക് നടത്താം. ഈ മനസ്സിലെ നന്മ എനിക്കറിയാം. എനിക്കങ്ങ് എല്ലാമാണ്. മരിക്കും വരെ ഈ വർഷം അങ്ങയെ ശുശ്രൂഷിക്കും. അങ്ങയുടെ എല്ലാ സങ്കടങ്ങളും എന്റെയുമായിരിക്കും. ഈ മനസ്സ് നോവുന്ന ഒന്നും വർഷ ചെയ്യില്ല. എന്റെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. ചേച്ചി, ചേച്ചിക്കെന്തോ എന്നോടൊരു പിണക്കം പോലെ. ഇത്രയും കാലം ചേച്ചിയുടെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ചല്ലേ ഞാൻ. ഇനി കുറച്ചു കാലം എൻ്റെ ഇഷ്ടത്തിനൊത്ത് ചേച്ചിക്ക് നിന്നൂടെ? എന്താ നിന്റെ ഇഷ്ടം? എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കി ആ പെണ്ണിനെ കല്യാണം കഴിക്കാനോ? ഇതിലാദ്യം പറഞ്ഞത് ഒരിക്കലും നടക്കില്ല. കാരണം ചേച്ചിയോടുള്ള സ്നേഹവും ബഹുമാനവും എന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. അമ്മയുടെ സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ രണ്ടാമത്തെ നടക്കും. നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കും അല്ലേ? അത് പറയാനാ ഞാനിപ്പോൾ വന്നത്. ഒരു 10 മിനിറ്റ് മുമ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ചേച്ചി വർഷം ഇറക്കി വിട്ടാണ് അതിന് കാരണമൊന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുക്കായിരിക്കും. എനിക്കറിയില്ല. വർഷം ഇറക്കി വിട്ടുകൊണ്ട് ഇപ്പം തന്നെ ഈ തീരുമാനം എടുക്കേണ്ടി വന്നു. ചേച്ചിയുടെ സമ്മതവും അനുഗ്രഹവും ഉണ്ടാവണം അതിന്. ഇല്ല, എവിടുന്നോ കയറി വന്ന ഒരു പെണ്ണ് നിന്റെ അന്തസ്സ് സ്വത്തുക്കളും നശിപ്പിക്കുന്ന കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. നിന്റെ നാശത്തിന് കൂട്ടു നിൽക്കാൻ ഞാനുണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും നീ കരുതണ്ട. ചേച്ചി എന്താ എൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാത്തത്? ചേച്ചിക്ക് വേണ്ടിയാ രണ്ടാമതൊരു കല്യാണം കഴിക്കാതെ ഒറ്റ തടിയെ ഇത്രയും കാലം ഞാൻ കഴിഞ്ഞത്. ഈ ഒറ്റപ്പെടൽ ഏകാന്തതയൊക്കെ മടുത്തു എനിക്ക്. അപ്പോ ഇതൊന്നും എനിക്കിൽ നിന്നാണ് നീ പറയുന്നേ? ഞാൻ എന്താ കരിക്കല്ലാണോ? നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും നാളും ജീവിച്ചേ. നിനക്ക് വേണ്ടി മാത്രം. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്റെ സകല കാര്യങ്ങളും ഇത്രയും കാലം നോക്കിയത് ഞാൻ ഒരുത്തിയല്ലേ? എന്നിട്ട് ഒരു വൃത്തികെട്ട് ഇവിടെ കയറി വന്നപ്പോ ചേച്ചി നീ എന്നെ തല്ലാൻ കഴിയുകയല്ലേ? എവിടുന്ന് വലിഞ്ഞു കയറിയ ഒരു പെണ്ണിന് വേണ്ടി എന്നെ തല്ലാൻ ഒരുങ്ങി നീ. ഇനി എനിക്ക് ജീവിക്കണ്ട. കൊന്നേക്കട നീ എന്നെ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ പറ്റി അനാവശ്യം പറഞ്ഞ എനിക്ക് സഹിക്കില്ല. സ്വാർത്ഥതയാ ചേച്ചിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്ന. അസൂയ ചേച്ചിക്ക് വർഷയോട്. ഇത്രയും കാലം നോക്കി പോലും ആ നോട്ടത്തില് അനിയനോടുള്ള സ്നേഹമായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ സന്തോഷത്തിനും സമാധാനത്തിനും ചേച്ചി വില കൽപ്പിച്ചെന്നെ. അപ്പൊ സ്നേഹമല്ലേ ചേച്ചിക്ക് ഗൾഫ് മാനോന്റെ ചേച്ചി എന്നുള്ള പദവിയിലുള്ള നോട്ടം? അത് പങ്കുവെക്കാൻ വേറൊരു പെണ്ണു വരുന്നതിലുള്ള അസൂയ. ആ പാവത്തിന്റെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതിന് പകരം അത്തൂൻ പോരിനിറങ്ങിയിരിക്കുന്നു. വേണ്ടായിരുന്നു ചേച്ചി, എന്നോടിത് വേണ്ടായിരുന്നു. ഇനി ചേച്ചിയുടെ സമ്മതമില്ലാതെ ആ ചടങ്ങ് ഞാൻ നടത്തും. വർഷയുടെ കഴുത്തിൽ താലി കിട്ടും ഞാൻ.